ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം ആമുഖത്തിൽ നിന്നും 1-ാം അധ്യായത്തിൽ നിന്നും ഓപ്ഷനോട് കൂടിയ 50 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 28/3/2026 രാത്രി 8 മുതൽ 10 വരെ സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരേണ്ടതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ഗലാത്തിയ ഇന്നത്തെ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? എ. ആധുനിക തുർക്കി, ബി. ഇറ്റലി, സി. ഗ്രീസ്, ഡി. ഈജിപ്ത്. ഉത്തരം എ. ആധുനിക തുർക്കി. ചോദ്യം 2. ഏത് പ്രേക്ഷിതയാത്രക്കിടയിലാണ് പൗലോസ് ഗലാത്തിയായിൽ സഭകൾ സ്ഥാപിച്ചത്? എ. 1-ാം പ്രേക്ഷിതയാത്രക്കിടയിൽ, ബി. 3-ാം പ്രേക്ഷിതയാത്രക്കിടയിൽ, സി. 2-ാം പ്രേക്ഷിതയാത്രക്കിടയിൽ, ഡി. റോമായിലേക്കുള്ള യാത്രക്കിടയിൽ. ഉത്തരം സി. 2-ാം പ്രേക്ഷിതയാത്രക്കിടയിൽ. ചോദ്യം 3. പൗലോസ് ഗലാത്തിയായിലെ ലേഖനം എവിടെ വെച്ച് എഴുതിയതെന്നാണ് കരുതപ്പെടുന്നത്? എ. ജെറുസലേമിൽ, ബി. ദമാസ്കസിലോ സിറിയയിലോ, സി. എഫേസോസിലോ മക്കദോനിയയിലോ, ഡി. അറേബ്യയിൽ. ഉത്തരം സി. എഫേസോസിലോ മക്കദോനിയയിലോ. ചോദ്യം 4. ഗലാത്യർക്കുള്ള ലേഖനം എഴുതപ്പെട്ട കാലഘട്ടം ഏതാണ്? എ. AD 33-40, ബി. AD 53-58, സി. AD 45-50, ഡി. AD 60-65. ഉത്തരം ബി. AD 53-58. ചോദ്യം 5. ഗലാത്തിയായിലെ സഭയിൽ എത്തരത്തിലുള്ള വിശ്വാസികളാണ് കൂടുതലായി ഉണ്ടായിരുന്നത്? എ. യഹൂദ ക്രിസ്ത്യാനികൾ, ബി. റോമൻ ഉദ്യോഗസ്ഥർ, സി. യഹൂദേതര ക്രിസ്ത്യാനികൾ, ഡി. ഗ്രീക്ക് പണ്ഡിതന്മാർ. ഉത്തരം സി. യഹൂദേതര ക്രിസ്ത്യാനികൾ. ചോദ്യം 6. എന്തിൻ്റെ അനന്തരഫലമായാണ് സ്വാതന്ത്ര്യത്തിൻ്റെ കാലം ആരംഭിച്ചത്? എ. നിയമത്തിൻ്റെ ആധിപത്യത്താൽ, ബി. ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകരണത്തിൻ്റെ, സി. യുദ്ധത്തിൻ്റെ ഫലമായി, ഡി. സാമ്പത്തിക വളർച്ചയാൽ. ഉത്തരം ബി. ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകരണത്തിൻ്റെ. ചോദ്യം 7. വിജാതീയനായ ഒരാൾ ക്രിസ്ത്യാനിയാകാൻ യഹൂദ ക്രിസ്ത്യാനികൾ നിഷ്കർഷിച്ച കാര്യങ്ങൾ പെടാത്തത് ഏത്? എ. മോശയുടെ നിയമങ്ങൾ അനുസരിക്കണം, ബി. യഹൂദാചാരങ്ങളൊക്കെയും പാലിക്കണം, സി. പരിച്ഛേദനത്തിന് വിധേയനാകണം, ഡി. സാബത്ത് ആചരിക്കണം. ഉത്തരം ഡി. സാബത്ത് ആചരിക്കണം. ചോദ്യം 8. പൗലോസിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ആരാണ്? എ. റോമൻ സൈന്യം, ബി. യഹൂദാചാരവാദികൾ, സി. വിജാതീയർ, ഡി. എഫേസോസുകാർ. ഉത്തരം ബി. യഹൂദാചാരവാദികൾ. ചോദ്യം 9. പൗലോസിന് അപ്പസ്തോലാധികാരം ഇല്ല എന്ന് യഹൂദാചാരവാദികൾ പറയാൻ കാരണമെന്ത്? എ. 12 ശിഷ്യരിൽ പെടാത്ത വ്യക്തിയായതിനാൽ, ബി. വിജാതീയർക്കായി സുവിശേഷം ലാഘവപ്പെടുത്തിയതിനാൽ, സി. അദ്ദേഹം ജയിലിലായതിനാൽ, ഡി. അദ്ദേഹം ജെറുസലേമിൽ താമസിക്കാത്തതിനാൽ. ഉത്തരം ബി. വിജാതീയർക്കായി സുവിശേഷം ലാഘവപ്പെടുത്തിയതിനാൽ. ചോദ്യം 10. ലേഖനത്തിൻ്റെ ഉപസംഹാരത്തിൽ ആരോട് വിധേയരായി ജീവിക്കാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? എ. രാജാവിനോട്, ബി. പൗരോഹിത്യത്തോട്, സി. പരിശുദ്ധാത്മാവിന്, ഡി. തന്നോട് തന്നെ. ഉത്തരം സി. പരിശുദ്ധാത്മാവിന്. ചോദ്യം 11. തൻ്റെ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് എന്തിനുള്ള തെളിവുകളാണ് നിരത്തുന്നത്? എ. തൻ്റെ യാത്രകളെക്കുറിച്ച്, ബി. തൻ്റെ അപ്പസ്തോല അധികാരത്തിനുള്ള, സി. സഭയിലെ സാമ്പത്തിക കാര്യങ്ങൾ, ഡി. പഴയ നിയമചരിത്രം. ഉത്തരം ബി. തൻ്റെ അപ്പസ്തോല അധികാരത്തിനുള്ള. ചോദ്യം 12. വിശ്വാസം മൂലമുള്ള നീതീകരണം പൗലോസ് ആരുടെ മാതൃകയിലൂടെയാണ് വ്യക്തമാക്കിയത്? എ. അബ്രാഹത്തിൻ്റെ, ബി. മോശയുടെ, സി. ദാവീദിൻ്റെ, ഡി. നോഹയുടെ. ഉത്തരം എ. അബ്രാഹത്തിൻ്റെ. ചോദ്യം 13. യഹൂദ ക്രിസ്ത്യാനികൾ പ്രധാനമായും ഏത് ആചാരത്തിനാണ് നിർബന്ധം പിടിച്ചത്?
എ ബലിയർപ്പണം, ബി പരിച്ഛേദനത്തിന്, സി ദാനധർമ്മത്തിന്, ഡി സാപത്താചരണത്തിന്. ഉത്തരം ബി പരിച്ഛേദനത്തിന്. ചോദ്യം 14. വിശ്വാസികൾ എന്ത് കാത്തു സൂക്ഷിക്കണമെന്നാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്? എ പാരമ്പര്യങ്ങൾ, ബി സാമ്പത്തിക ലാഭം, സി ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ, ഡി പഴയ ഗ്രന്ഥങ്ങൾ. ഉത്തരം സി ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ. ചോദ്യം 15. അബദ്ധ പ്രബോധനങ്ങൾ വഴി ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ആര്? എ യഹൂദ ക്രിസ്ത്യാനികൾ, ബി റോമൻ ഭരണാധികാരികൾ, സി സാധാരണ വിശ്വാസികൾ, ഡി മറ്റ് മതസ്ഥർ. ഉത്തരം എ യഹൂദ ക്രിസ്ത്യാനികൾ. ചോദ്യം 16. ആർക്കു വേണ്ടിയാണ് സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയത് എന്നാണ് എതിരാളികൾ ആരോപിച്ചത്? എ യഹൂദർക്ക് വേണ്ടി, ബി പൗലോസിന് വേണ്ടി, സി വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ഡി ദരിദ്രർക്ക് വേണ്ടി. ഉത്തരം സി വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. ചോദ്യം 17. മനുഷ്യൻ നീതിമാനാകുന്നത് എന്തുമൂലമാണ്? എ നിയമം മൂലം, ബി ദാനം മൂലം, സി വിശ്വാസം മൂലം, ഡി അധികാരം മൂലം. ഉത്തരം സി വിശ്വാസം മൂലം. ചോദ്യം 18. എന്തിൻ്റെ ആധിപത്യകാലമാണ് അവസാനിച്ചത്? എ റോമൻ ഭരണത്തിൻ്റെ, ബി നിയമത്തിൻ്റെ, സി പ്രവാചകന്മാരുടെ, ഡി അടിമത്തത്തിൻ്റെ. ഉത്തരം ബി നിയമത്തിൻ്റെ. ചോദ്യം 19. തൻ്റെ അപ്പസ്തോലത്വം ലഭിച്ചിരിക്കുന്നത് ആര് മുഖേനയെന്നാണ് പൗലോസ് പറയുന്നത്? എ മനുഷ്യൻ മുഖേന, ബി തിരഞ്ഞെടുപ്പ് മുഖേന, സി യേശുക്രിസ്തുവും ദൈവപിതാവും മുഖേന, ഡി ശിഷ്യന്മാർ മുഖേന. ഉത്തരം സി യേശുക്രിസ്തുവും ദൈവപിതാവും മുഖേന. ചോദ്യം 20. പൗലോസിൻ്റെ അപ്പസ്തോലത്വം ആര് മുഖേനയല്ല? എ മാലാഖമാർ മുഖേന, ബി മനുഷ്യർ മുഖേന, സി ദൈവം മുഖേന, ഡി ക്രിസ്തു മുഖേന. ഉത്തരം ബി മനുഷ്യൻ മുഖേന. ചോദ്യം 21. പൗലോസിന് ലഭിച്ചിരിക്കുന്ന സ്ഥാനം എന്താണ്? എ പുരോഹിതൻ, ബി അപ്പസ്തോല സ്ഥാനം, സി രാജാവ്, ഡി പ്രവാചകൻ. ഉത്തരം ബി അപ്പസ്തോല സ്ഥാനം. ചോദ്യം 22. പൗലോസ് ഗലാത്യയിലെ സഭകൾക്ക് ആശംസിക്കുന്നത് എന്താണ്? എ വിജയവും കീർത്തിയും, ബി കൃപയും സമാധാനവും, സി സമ്പത്തും ആയുസ്സും, ഡി ജ്ഞാനവും ബുദ്ധിയും. ഉത്തരം ബി കൃപയും സമാധാനവും. ചോദ്യം 23. ക്രിസ്തു തന്നെത്തന്നെ ബലിയർപ്പിച്ചത് ആരുടെ അഭീഷ്ടമനുസരിച്ചാണ്? എ പിതാവായ ദൈവത്തിൻ്റെ, ബി ജനങ്ങളുടെ, സി പൗലോസിൻ്റെ, ഡി തൻ്റെ സ്വന്തം. ഉത്തരം എ പിതാവായ ദൈവത്തിൻ്റെ. ചോദ്യം 24. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ക്രിസ്തു എന്ത് ചെയ്തു? എ യുദ്ധം ചെയ്തു, ബി സുവിശേഷം പ്രസംഗിച്ചു, സി തന്നെത്തന്നെ ബലിയർപ്പിച്ചു, ഡി നിയമങ്ങൾ നൽകി. ഉത്തരം സി തന്നെത്തന്നെ ബലിയർപ്പിച്ചു. ചോദ്യം 25. പൗലോസ് ഗലാത്യയിലെ സഭകളെക്കുറിച്ച് ആശ്ചര്യപ്പെടാൻ കാരണമെന്ത്? എ അവർ മറ്റൊരിടത്തേക്ക് മാറിയതിനാൽ, ബി വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതിനാൽ, സി അവർ പള്ളി പണിതതിനാൽ, ഡി വിശ്വാസം ത്യജിച്ചതിനാൽ. ഉത്തരം ബി വ്യത്യസ്തമായ മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിഞ്ഞതിനാൽ. ചോദ്യം 26. ഗലാത്യയിലെ ചിലർ സഭയോട് ചെയ്യാൻ ആഗ്രഹിച്ചത് എന്താണ്? എ സുവിശേഷം വളർത്താൻ, ബി സഹായിക്കാൻ, സി ഉപദ്രവിക്കാനും സുവിശേഷത്തെ ദുഷിപ്പിക്കാനും, ഡി സാമ്പത്തികമായി ഉയർത്താൻ. ഉത്തരം സി ഉപദ്രവിക്കാനും സുവിശേഷത്തെ ദുഷിപ്പിക്കാനും. ചോദ്യം 27. വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിക്കുന്നവന് എന്ത് സംഭവിക്കും? എ അവന് ബഹുമതി ലഭിക്കും, ബി അവൻ ശപിക്കപ്പെട്ടവനാകും, സി അവന് പണം ലഭിക്കും, ഡി അവൻ പ്രശസ്തനാകും. ഉത്തരം ബി അവൻ ശപിക്കപ്പെട്ടവനാകും. ചോദ്യം 28. ശപിക്കപ്പെട്ടവൻ ആകട്ടെ എന്ന് ആരെ ഉദ്ദേശിച്ചാണ് പൗലോസ് പറയുന്നത്? എ റോമൻ സൈന്യത്തെ, ബി വിജാതീയരെ, സി വ്യത്യസ്തമായി സുവിശേഷം പ്രസംഗിക്കുന്നവനെ, ഡി ഗലാത്യക്കാരെ. ഉത്തരം സി വ്യത്യസ്തമായി സുവിശേഷം പ്രസംഗിക്കുന്നവനെ. ചോദ്യം 29. പൗലോസ് ക്രിസ്തുവിൻ്റെ ദാസനായി തീർന്നത് എങ്ങനെയാണ്?
എ സ്വന്തം കഴിവുകൊണ്ട്, ബി ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിച്ചതുകൊണ്ട്, സി മനുഷ്യരെ പ്രീതിപ്പെടുത്തിയതുകൊണ്ട്, ഡി പാരമ്പര്യം കൊണ്ട്. ഉത്തരം ബി ദൈവത്തിൻ്റെ പ്രീതി അന്വേഷിച്ചതുകൊണ്ട്. ചോദ്യം 30. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ പൗലോസ് ആരാകുമായിരുന്നില്ല? എ ഒരു യാത്രക്കാരൻ, ബി ഒരു സാക്ഷി, സി ക്രിസ്തുവിൻ്റെ ദാസൻ, ഡി ഒരു എഴുത്തുകാരൻ. ഉത്തരം സി ക്രിസ്തുവിൻ്റെ ദാസൻ. ചോദ്യം 31. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയുള്ളതാണ്? എ ലളിതമാണ്, ബി മാനുഷികമല്ല, സി രഹസ്യമാണ്, ഡി പഴയതാണ്. ഉത്തരം ബി മാനുഷികമല്ല. ചോദ്യം 32. പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം എവിടെ നിന്നാണ് ലഭിച്ചത്? എ പഠനത്തിലൂടെ, ബി യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ, സി മനുഷ്യരിലൂടെ, ഡി പാരമ്പര്യത്തിലൂടെ. ഉത്തരം ബി യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ. ചോദ്യം 33. യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ പൗലോസിന് ലഭിച്ചതെന്ത്? എ അധികാരം, ബി പൗലോസ് പ്രസംഗിച്ച സുവിശേഷം, സി പുതിയ വസ്ത്രം, ഡി ധാരാളം പണം. ഉത്തരം ബി പൗലോസ് പ്രസംഗിച്ച സുവിശേഷം. ചോദ്യം 34. പൗലോസിൻ്റെ പഴയ ജീവിതം ഏത് മതത്തിലായിരുന്നു? എ യഹൂദ മതത്തിൽ, ബി ഗ്രീക്ക് മതത്തിൽ, സി കൊറേഷി മതത്തിൽ, ഡി പേർഷ്യൻ മതത്തിൽ. ഉത്തരം എ യഹൂദ മതത്തിൽ. ചോദ്യം 35. പൗലോസിൻ്റെ പഴയ ജീവിതത്തിൽ അദ്ദേഹം സഭയോട് എന്തു ചെയ്തു? എ സഭയെ സഹായിച്ചു, ബി സഭയെ പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തു, സി സഭയിൽ പാട്ടുപാടി, ഡി സഭയെ അവഗണിച്ചു. ഉത്തരം ബി സഭയെ പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തു. ചോദ്യം 36. പൗലോസ് മുൻപന്തിയിലായിരുന്നത് എന്തിൽ ആണ്? എ കായികബലത്തിൽ, ബി കച്ചവടത്തിൽ, സി യഹൂദമതകാര്യങ്ങളിൽ, ഡി രാഷ്ട്രീയത്തിൽ. ഉത്തരം സി യഹൂദമതകാര്യങ്ങളിൽ. ചോദ്യം 37. ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തത് എപ്പോഴാണ്? എ അദ്ദേഹം വലുതായപ്പോൾ, ബി ദമാസ്കസിലേക്കുള്ള യാത്രയിൽ, സി മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ, ഡി ജയിലിൽ വെച്ച്. ഉത്തരം സി മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ. ചോദ്യം 38. ദൈവം പൗലോസിനെ വിളിച്ചത് എന്തിനാണ്? എ യഹൂദരോട് തർക്കിക്കാൻ, ബി പുത്രനെപ്പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ, സി ദരിദ്രരെ സഹായിക്കാൻ, ഡി രാജാവിനെ കാണാൻ. ഉത്തരം ബി പുത്രനെപ്പറ്റി വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ. ചോദ്യം 39. സുവിശേഷം വെളിപ്പെട്ടതിന് ശേഷം പൗലോസ് ആദ്യം എവിടേക്ക് പോയി? എ ജെറുസലേമിലേക്ക്, ബി സിറിയയിലേക്ക്, സി അറേബ്യയിലേക്ക്, ഡി എഫേസോസിലേക്ക്. ഉത്തരം സി അറേബ്യയിലേക്ക്. ചോദ്യം 40. അറേബ്യയിൽ നിന്ന് പൗലോസ് തിരിച്ചു വന്നത് എവിടേക്ക്? എ ജെറുസലേമിലേക്ക്, ബി ദമാസ്കസിലേക്ക്, സി ഗലാത്യയിലേക്ക്, ഡി റോമിലേക്ക്. ഉത്തരം ബി ദമാസ്കസിലേക്ക്. ചോദ്യം 41. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് ജെറുസലേമിലേക്ക് പോയത്? എ 1, ബി 2, സി 3, ഡി 10. ഉത്തരം സി 3. ചോദ്യം 42. ജെറുസലേമിലേക്ക് പോയത് ആരെ കാണാൻ? എ അന്ത്രയോസിനെ, ബി യാക്കോബിനെ, സി കേപ്പായെ, ഡി യോഹന്നാനെ. ഉത്തരം സി കേപ്പായെ. ചോദ്യം 43. പൗലോസ് കേപ്പായോടൊപ്പം എത്ര ദിവസം താമസിച്ചു? എ 7 ദിവസം, ബി 10 ദിവസം, സി 15 ദിവസം, ഡി 1 മാസം. ഉത്തരം സി 15 ദിവസം. ചോദ്യം 44. കേപ്പായെ കൂടാതെ ജെറുസലേമിൽ പൗലോസ് കണ്ടത് ആരെയാണ്? എ മത്തായിയെ, ബി ലൂക്കായെ, സി യാക്കോബിനെ, ഡി ഫിലിപ്പോസിനെ. ഉത്തരം സി യാക്കോബിനെ. ചോദ്യം 45. താൻ എഴുതിയത് സത്യമാണെന്നതിന് പൗലോസ് ആരെ സാക്ഷിയാക്കുന്നു? എ കേപ്പായെ, ബി തന്നെ, സി ദൈവത്തെ, ഡി ഗലാത്യക്കാരെ. ഉത്തരം സി ദൈവത്തെ.
ചോദ്യം 46. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? എ 20, ബി 22, സി 24, ഡി 30. ഉത്തരം സി 24. ചോദ്യം 47. ഗലാത്യ 1-ാം അധ്യായത്തിലെ 3-ാം തലക്കെട്ട് എന്ത്? എ അഭിവാദനം, ബി മറ്റൊരു സുവിശേഷമില്ല, സി അപ്പസ്തോലനാകാനുള്ള വിളി, ഡി സമാപനം. ഉത്തരം സി അപ്പസ്തോലനാകാനുള്ള വിളി. ചോദ്യം 48. സഭയെ പീഡിപ്പിച്ചിരുന്ന പൗലോസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ് കേട്ടത്? എ കച്ചവടം ചെയ്യുന്നു, ബി മരണം കാത്തു കഴിയുന്നു, സി വിശ്വാസം പ്രസംഗിക്കുന്നു, ഡി റോമിലേക്ക് പലായനം ചെയ്തു. ഉത്തരം സി വിശ്വാസം പ്രസംഗിക്കുന്നു. ചോദ്യം 49. ഗലാത്യ 1:8 സമാനമായ വാക്യം ഏത്? എ 1 കോറിന്തോസ് 11:14, ബി 2 കോറിന്തോസ് 11:14, സി 2 കോറിന്തോസ് 11:4, ഡി 1 കോറിന്തോസ് 11:4. ഉത്തരം സി 2 കോറിന്തോസ് 11:4. ചോദ്യം 50. ഗലാത്യ 1:15 സമാനമായ ഒരു വാക്യം ഏത്? എ ജെറമിയ 1:5, ബി ഏഷ്യ 38:1, സി ജെറമിയ 1:7, ഡി ഏഷ്യ 48:1. ഉത്തരം എ ജെറമിയ 1:5. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.